നമസ്കാരം. രണ്ടാം നരേന്ദ്രമോദി സർക്കാരിന്റെ അവസാന പാർലമെന്റ് സമ്മേളനത്തിൽ രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനത്തിനുള്ള നന്ദിപ്രമേയ ചർച്ചയിൽ കോൺഗ്രസിനെ കടന്നാക്രമിച്ചിരിക്കുകയാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നല്ല പ്രതിപക്ഷമായി ഇരിക്കാനുള്ള അവസരം കോൺഗ്രസ് നഷ്ടപ്പെടുത്തി എന്ന വിമർശനമാണ് മോദി ആദ്യം തന്നെ മുന്നോട്ട് വെച്ചത്. അതിനുശേഷം അദ്ദേഹം പറഞ്ഞ ഓരോ പോയിന്റുകളും കോൺഗ്രസ് എന്ന പാർട്ടിക്ക് നേരെയുള്ള വലിയ രീതിയിലുള്ള ഒരു കടന്നാക്രമണം തന്നെയായിരുന്നു. കഴിവുള്ളവരെ ഉയർന്നു വരാൻ കോൺഗ്രസ് പാർട്ടി ഒരിക്കലും അനുവദിച്ചിട്ടില്ല എന്ന വിമർശനം മോദി മുന്നോട്ട് വെക്കുന്നുണ്ട്. കുടുംബം പാർട്ടിയെ നയിക്കുന്നത് ജനാധിപത്യത്തിന് അത്ര ഭൂഷണമല്ല, അത് ദോഷം ചെയ്യും എന്നുകൂടി മോദി പറയുന്നുണ്ട്. കുടുംബ ഭരണം കാരണം കോൺഗ്രസിന് നഷ്ടപ്പെട്ട നേതാക്കൾ ഇന്ന് BJPയുടെ കേന്ദ്രമന്ത്രിയും മുഖ്യമന്ത്രിയും ഒക്കെയായി വിലസുന്നുണ്ട്. നമുക്കറിയാം, ജ്യോതിരാദിത്യ സിന്ധ്യ ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ സമുന്നത നേതാക്കൾ ഇന്ന് BJP പാളയത്തിലാണ്. ജ്യോതിരാദിത്യ സിന്ധ്യ നിലവിൽ കേന്ദ്രമന്ത്രിയാണ് എങ്കിൽ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിന്റെ ഏറ്റവും ശക്തമായ മുഖമായി മാറേണ്ടിയിരുന്ന ഹിമന്ത ബിശ്വ ശർമ്മ ഇന്ന് BJPക്കൊപ്പം BJP സർക്കാരിന്റെ തലപ്പത്തിരുന്നുകൊണ്ട് അസം എന്ന സംസ്ഥാനം ഭരിക്കുന്നുണ്ട്. മറ്റുദാഹരണങ്ങളും നമ്മുടെ മുന്നിൽ നമുക്ക് കാണാൻ സാധിക്കും. രാജസ്ഥാനിൽ ഉൾപ്പെടെ സച്ചിൻ പൈലറ്റ് എന്ന നേതാവിനെ കോൺഗ്രസ് എത്രത്തോളമാണ് തഴയുന്നതെന്ന് നമുക്കറിയാം. തെലങ്കാനയിൽ കോൺഗ്രസ് പാർട്ടി വിജയിച്ചു കയറിയ സമയത്ത് പോലും രേവന്ത് റെഡ്ഡി എന്ന നേതാവിന്റെ പേരിൽ അവസാന നിമിഷം വരെയും വലിയ ആശയക്കുഴപ്പം ആ പാർട്ടിക്കുള്ളിൽ ഉണ്ടായിരുന്നു. കർണാടകയിലും ഇതുപോലെ തന്നെ DK ശിവകുമാർ എന്ന നേതാവിന്റെ ഒറ്റ പ്രയത്നത്തിന്റെ ഫലത്തിലാണ് കർണാടകത്തിൽ അത്ര വലിയ വിജയം നേടാൻ കോൺഗ്രസ് പാർട്ടിക്ക് സാധിച്ചത്. പക്ഷേ പിന്നീട് DK ശിവകുമാറിനെ പോലും ഉപമുഖ്യമന്ത്രി പദത്തിലേക്ക് തളക്കേണ്ടി വന്നു കോൺഗ്രസിന്. കാരണം അത്ര കണ്ട അധികാര തർക്കം ആ പാർട്ടിക്കുള്ളിൽ ഉണ്ട് എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. ഈ കാര്യങ്ങളൊക്കെയും പരോക്ഷമായി, പ്രത്യക്ഷത്തിൽ ഇവരുടെ ഒന്നും പേര് നരേന്ദ്രമോദി പറയുന്നില്ല എങ്കിൽ പോലും കഴിവുറ്റ നേതാക്കളെ കോൺഗ്രസ് പാർട്ടി നഷ്ടപ്പെടുത്തി എന്ന് പറയുമ്പോൾ ആ നിരയിൽ ജ്യോതിരാദിത്യ സിന്ധ്യയുടെയും ഹിമന്ത ബിശ്വ ശർമ്മയുടെയും ഒന്നും പേര് പരാമർശിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. എന്തായാലും രാജ്നാഥ് സിംഗോ അല്ലെങ്കിൽ അമിത്ഷായോ ഉൾപ്പെടെയുള്ള നേതാക്കൾ അവരുടെ കുടുംബം രാഷ്ട്രീയ പാർട്ടി നടത്തുന്നില്ല എന്നുള്ള പരിഹാസം കൂടി മോദി മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇതും കോൺഗ്രസ് പാർട്ടി ഉദ്ദേശിച്ചു തന്നെയാണ്. അച്ഛനും മകനും എല്ലാം പാർട്ടി നടത്തുന്നത് ജനാധിപത്യത്തെ വീണ്ടും പിന്നോട്ടടിക്കുമെന്നും മോദി പറയുന്നുണ്ട്. എന്തായാലും പ്രതിപക്ഷത്തിന് കുറെ കാലത്തേക്ക് അധികാരത്തിലെത്താൻ കഴിയില്ല എന്ന് മോദി പറയുമ്പോൾ ആ പാർലമെന്റിൽ ഉയർന്നത് BJP നേതാക്കളുടെ അല്ലെങ്കിൽ BJP MP-മാരുടെ വലിയ ചിരി കൂടിയായിരുന്നു. സ്നേഹത്തിന്റെ കട തങ്ങൾ തുറക്കും എന്ന് പറഞ്ഞവർ ഇപ്പോൾ കട പൂട്ടാനുള്ള ഒരുക്കത്തിലാണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു തിരക്കിലാണ് എന്ന് കൂടി മോദി പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തായാലും BJP തന്നെ മൂന്നാം വട്ടവും അധികാരത്തിലേറും എന്നും ഇത് മോദിയുടെ ഗ്യാരണ്ടിയാണ് എന്നുകൂടി നരേന്ദ്രമോദി ഈ നന്ദി പ്രസംഗത്തിൽ പറയുന്നുണ്ട്. അങ്ങനെ കോൺഗ്രസിന്റെ എല്ലാവിധ ന്യൂനതകളും, പ്രത്യേകിച്ചും കുടുംബാധിപത്യ പാർട്ടി എന്ന ഒരു ദുഷ്പേര്, അതിനോടൊപ്പം കഴിവുറ്റ ആളുകളെ വളർന്നു വരാൻ ഒരു സാഹചര്യം ഒരുക്കാത്ത സ്ഥിതിവിശേഷം, ഇതിനെക്കുറിച്ചെല്ലാം മോദിയുടെ ഭാഗത്തു നിന്നും വ്യക്തമായ വിമർശനം കോൺഗ്രസ് പാർട്ടിക്ക് നേരിട്ടിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെയാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്, BJPയിലെ സമുന്നത നേതാക്കളായ അമിത്ഷായോ രാജ്നാഥ് സിംഗോ ഒന്നും ഒരിക്കലും അവരുടെ കുടുംബത്തെ അല്ലെങ്കിൽ അവരുടെ മക്കളെയോ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളെയോ ഒന്നും പാർട്ടിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടില്ല. അവരാരും രാഷ്ട്രീയ പാർട്ടി നടത്തുന്നില്ല എന്നുള്ള ഒരു വലിയ പോയിന്റ് കൂടി മോദി മുന്നോട്ട് വെക്കുന്നുണ്ട്. തീർച്ചയായും കോൺഗ്രസ് പാർട്ടിക്കെതിരെയുള്ള ഒരു കടന്നാക്രമണം തന്നെയാണ് ഈ നന്ദി പ്രസംഗത്തിൽ ഉടനീളം മോദി നടത്തിയത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.